അപ്പോൾ നമുക്കിന്നൊരു കമ്പിളി നാരങ്ങ മുറിച്ചാലോ? അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ലീവിന് വന്നപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ കമ്പിളി നാരങ്ങ കേട്ടോ. ആദ്യമായിട്ടും അവസാനമായിട്ടും ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നീട് ഒന്നും ട്രൈ ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല, സാധനവും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇത് പപ്പയുടെ വീട്ടിൽ നിന്ന് പപ്പയുടെ പെങ്ങൾ തന്നു വിട്ടാണ് കേട്ടോ. വളരെ ആഗ്രഹിച്ച് കൊണ്ടുവന്ന് വളരെ സൂക്ഷിച്ച് വെച്ച് എന്നാൽ കുറച്ചുകൂടി പഴുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് 2 ദിവസം വെയിറ്റ് ചെയ്ത് ഇച്ചിരി കൂടെ മഞ്ഞ നിറമൊക്കെ വന്ന ശേഷമാണ് മുറിച്ചെടുത്തത്. മുറിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഹാഫ് ഞാൻ കഴിക്കും, ബാക്കി മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ ഫൈനലി അത് മുറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ വായിൽ വെച്ച ഉടനെ തന്നെ തലയ്ക്കൊരടി കിട്ടിയ പോലെ ആയിപ്പോയി. കാരണം അതുപോലെ പുളിയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. സാധാരണ ഇതിനിങ്ങനെ പുളി കാണാറുള്ളതല്ല. ചെറിയൊരു പുളി കാണുമ്പോൾ അതിൻ്റെ കൂടെ പക്ഷേ നല്ല മധുരവും ഒരു ടേസ്റ്റുമാണ് കേട്ടോ. പക്ഷേ ഇത് വല്ലാത്ത പുളിയായിപ്പോയി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചുമന്നതിന് നല്ല മധുരമാണ്, ഈ വെള്ള ആയതുകൊണ്ടായിരിക്കാം പുളി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇനി ഇത് കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ കഴിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. എന്തായാലും ഞാനിത് മുഴുവൻ കഴിച്ചു തീർത്തു. ഒരു ദിവസം കൊണ്ട് കഴിക്കാൻ പറ്റില്ല, ഇത് വാ പൊട്ടുന്നുണ്ടായിരുന്നു. ഇത്രയും പുളി ഉള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും പിള്ളേർ കൈകൊണ്ട് പോലും തൊട്ട് നോക്കിയിട്ടില്ല. അതിലും രസകരമായ കാര്യം, ഞാനിത് തിരിച്ചു പോരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെയുള്ള കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ 2 പഴുക്കാത്ത 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഞാൻ കൊണ്ടുപോകുന്നില്ല, ഇതിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അങ്ങനെ വല്ലാത്തൊരു പറ്റായിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.